മുഹമ്മദ് ഫൈസിന്റെ വിയോഗം വളരെ വേദനിപ്പിച്ചു. കുടുംബത്തിനും ഞങ്ങളുടെ നാട്ടിനും സംഘടനകൾക്കും വളരെ ശക്തനായ ഒരു നേതാവിന്റെ വിയോഗമായിട്ടാണ് കാണുന്നത്. 2 ദിവസത്തെ പനി അത് ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വേർപാടിന് കാരണമാകുമെന്ന് വിചാരിച്ചില്ല. ഇന്നലെ ജാമ്യയിൽ സെലക്ഷൻ പരീക്ഷ നടത്തുന്ന സന്ദർഭം അതിന്റെ ഫൈനൽ തീരുമാനങ്ങൾക്ക് 11 മണിക്ക് ജാമ്യയിൽ വരാമെന്ന് രാവിലെ ഞാൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ സംസാരിച്ചതാണ്. പിന്നെയും 9 മണിക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് 11 മണിക്ക് ശേഷം ഒരു ശ്വാസതടസ്സം നേരിട്ടത്. അതിനെ തുടർന്ന് ICUവിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. ഹൈദരലി ശിഹാബ് തങ്ങൾ അവിടെ വന്ന് ദുആ ചെയ്തു പോയി. കേരളത്തിലെ ഒരുപാട് സ്ഥാപനങ്ങളും പണ്ഡിതന്മാരും ഒക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും അതനുസരിച്ച് പ്രാർത്ഥനകളും മറ്റും നടക്കുകയും ചെയ്തു. പക്ഷേ അള്ളാഹുവിന്റെ അലംഘനീയമായ നിയമം അത് നിശ്ചയിച്ചതുപോലെ തന്നെ നടന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഉഖ്റവിയായ ജീവിതം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗലോകത്ത് മഹാന്മാരായ അംബിയാ മുർസല് ഉലമാക്കൾ സാദാത്തുക്കളോടൊപ്പം അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.